JSK സിനിമാ വിവാദത്തിൽ കേന്ദ്ര സെൻസർ ബോർഡിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി നിർമ്മാതാക്കൾ. സിനിമയുടെ പേരിലെ ജാനകിക്ക് ഇനീഷ്യൽ ചേർത്ത് സിനിമയുടെ പേര് ജാനകി വി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്നാക്കും. CBFC നിർദ്ദേശിച്ചതുപോലെ കോടതി രംഗങ്ങളിൽ രണ്ടിടത്ത് ജാനകി എന്ന പേര് മ്യൂട്ട് ചെയ്യാമെന്നും നിർമ്മാതാക്കൾ ഹൈക്കോടതിയെ അറിയിച്ചു. സെൻസർ ബോർഡ് അനുമതിക്കായി സിനിമയുടെ പുതിയ പതിപ്പ് ഉടൻ സമർപ്പിക്കും. ജാനകി സിനിമയിൽ 96 കട്ടുകളാണ് കേന്ദ്ര സെൻസർ ബോർഡ് ആദ്യം നിർദ്ദേശിച്ചത്. ഇതിൽ സിനിമയുടെ ടൈറ്റിൽ മാറ്റണമെന്നും കോടതി രംഗത്തിൽ കഥാപാത്രത്തിന്റെ പേര് മ്യൂട്ട് ചെയ്യണമെന്നുമുള്ള നിർദ്ദേശം നിർമ്മാതാക്കൾ അംഗീകരിക്കുകയായിരുന്നു. CBFCയുടെ അഭിഭാഷകൻ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈറ്റിലിന്റെ ഒരു ചെറിയ ഇനിഷ്യൽ മാത്രമേ ആവശ്യപ്പെട്ടിട്ടുള്ളൂ. അല്ലെങ്കിൽ ഏകദേശം 96 കട്ടുകളാണ് ആവശ്യപ്പെട്ടിരുന്നത്. അതിൽ നിന്ന് ഞങ്ങൾ മാറിയിട്ട് 2 ചേഞ്ചുകൾ മാത്രമാണ് ഇപ്പോൾ ആവശ്യപ്പെട്ടത് എന്ന് പറഞ്ഞപ്പോൾ രണ്ടാമത് ഞങ്ങൾ ഒന്നും കൂടി ഇരുന്നപ്പോൾ അവർക്ക് അത് മാറ്റുന്നത് ബുദ്ധിമുട്ടാണെങ്കിൽ പോലും മാറ്റാൻ സമ്മതിക്കാൻ. സിനിമ റിലീസ് ചെയ്യുന്നതിനാണ് പ്രഥമ പരിഗണനയെന്നും റിലീസ് നീട്ടിക്കൊണ്ടുപോയാൽ വലിയ സാമ്പത്തിക നഷ്ടമുണ്ടാക്കുമെന്നും സിനിമയുടെ സംവിധായകൻ പ്രവീൺ നാരായണൻ പറഞ്ഞു. രണ്ടു കൂട്ടർക്കും സാർ പറഞ്ഞതുപോലെ രണ്ടു കൂട്ടർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു തലത്തിലേക്കാണ് ഇത് വന്നിരിക്കുന്നത്. പ്രായോഗികമായിട്ടൊരു ഫിലിം മേക്കർ എന്നുള്ള നിലയ്ക്ക് എനിക്കും ചെയ്തു കൊടുക്കുക, അല്ലെങ്കിൽ എനിക്ക് മാറ്റങ്ങൾ വരുത്താൻ പറ്റുന്ന സജഷനാണ് നിലവിൽ നിൽക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് സാധ്യമാകുന്ന അടുത്ത മണിക്കൂറിൽ തന്നെ അത് റീസബ്മിറ്റ് ചെയ്യാന്നുള്ളതാണ് ഞങ്ങളുടെ തീരുമാനം. നിർദ്ദേശിച്ച മാറ്റങ്ങൾ വരുത്തി സിനിമയുടെ പുതിയ പതിപ്പ് ഉടൻ സെൻസറിങ്ങിന് നൽകും. ഈ മാസം 18-ന് ചിത്രം റിലീസ് ചെയ്യാനാണ് അണിയറ പ്രവർത്തകർ ആലോചിക്കുന്നത്. നിബന്ധനകൾ അംഗീകരിച്ചാൽ 3 ദിവസത്തിനകം സർട്ടിഫിക്കറ്റ് അനുവദിക്കാമെന്ന നിലപാടിലാണ് സെൻസർ ബോർഡ്. സിനിമയിൽ സീതയുടെ മറ്റൊരു പേരായ ജാനകി എന്ന ടൈറ്റിൽ കഥാപാത്രം ബലാത്സംഗത്തിനും മതവികാരങ്ങളെ വ്രണപ്പെടുത്തുന്ന നിരവധി അനുഭവങ്ങൾക്കും വിധേയയായ ആളാണെന്ന് സെൻസർ ബോർഡ് കോടതിയിൽ വാദിച്ചു. ഇത് സീതയുടെ അന്തസ്സിനെയും പവിത്രതയെയും ദുർബലപ്പെടുത്തും. അതുവഴി മതവികാരങ്ങൾ വ്രണപ്പെടും. ജാനകി എന്ന പേര് സമൂഹത്തിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കും. മറ്റൊരു മതത്തിൽപ്പെട്ടയാൾ ജാനകിയെ സഹായിക്കാൻ വരുന്നത് ഗൂഢലക്ഷ്യത്തോടെയുള്ളതാണ്. സീതയുടെ പേരുള്ള കഥാപാത്രത്തോട് ക്രോസ് വിസ്താരത്തിനിടെ പ്രകോപനപരമായ ചോദ്യങ്ങൾ ചോദിക്കുന്നത് ക്രമസമാധാനത്തെ തകർക്കാൻ കാരണമാകുമെന്നുമായിരുന്നു സെൻസർ ബോർഡിന്റെ വാദങ്ങൾ. ഒരു സിനിമ നിർമ്മിക്കുമ്പോൾ പാലിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായ മാർഗനിർദ്ദേശം വേണമെന്ന് ഫെഫ്ക ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. ചെറുത്തുനിൽപ്പുകൾ തുടരുമെന്നും ബി ഉണ്ണികൃഷ്ണൻ വ്യക്തമാക്കി. വേണ്ടത് ദീർഘകാല അടിസ്ഥാനത്തിലുള്ള ഒരു സൊല്യൂഷനാണ്. അപ്പോൾ ബന്ധപ്പെട്ട കേന്ദ്രമന്ത്രി, ആദരണീയനായ കേന്ദ്രമന്ത്രിക്ക് ശ്രീ സുരേഷ് കുമാർ ഒരു നിവേദനം ഇൻഡസ്ട്രിയുടേതായിട്ട് കൊടുത്തിട്ടുണ്ട്. അദ്ദേഹവുമായി നേരിട്ടൊരു കൂടിക്കാഴ്ചയ്ക്ക് നമ്മൾ ശ്രമിക്കുന്നുണ്ട്. അപ്പം നമ്മൾ പറയുന്നത് പോലെ ഇതിനകത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസിൻ്റെ പൊളിച്ചെഴുത്ത് മാത്രമല്ല, വളരെ സെൻസിബിലിറ്റി ഉള്ള ഒരു കമ്മിറ്റിയും കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.